നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പം കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ. ഇത് കേട്ടുവല്ലോ. മുൻ മന്ത്രി മൺമറഞ്ഞു പോയ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിൻ്റെ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ, കേരളം ലീഡർ എന്ന് വിളിച്ച കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ തൻ്റെ സഹോദരനായ കെ മുരളീധരന് ശേഷമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. പിന്നീട് അവർ MLA ആയും MP ആയുമെല്ലാം മത്സരിച്ചെങ്കിലും എവിടെയും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് കുറേ നാൾ പത്മജ വേണുഗോപാൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പത്മജ വേണുഗോപാലിന് ഒരുതരം പതിത്തം കൽപ്പിച്ച മട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പത്മജ വേണുഗോപാലിൻ്റെ കൂടെ നിന്നിരുന്ന ആളുകൾ വരെ പത്മജ വേണുഗോപാലിനെ വേണ്ടത്ര രീതിയിൽ ഗൗനിച്ചിരുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. ഒരുപാട് നാൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ചവിട്ടും ആട്ടും തുപ്പും കൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടി, ആരോടും ഒന്നും പ്രതികരിക്കാതെ എന്നാണ് അന്നവർ മാധ്യമത്തോട് പറഞ്ഞത്. തൻ്റെ മാതൃസംഘടനയിൽ ഏത് വിധേനയും പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എങ്ങനെയും ഏത് വിധേനയും കോൺഗ്രസിൽ തന്നെ തുടർന്ന് പോകണം എന്നുള്ള ആഗ്രഹത്താലാണ് ആരോടും ഒരു പരിഭവവും പറയാതെ കഴിഞ്ഞുകൂടിയത് എന്നുകൂടി പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയുണ്ടായി. എന്നാൽ ഇനിയും കോൺഗ്രസിൽ നിന്നാൽ തനിക്ക് രാഷ്ട്രീയമായ ഭാവി ഉണ്ടാവില്ല, തൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതായിരിക്കും എന്ന് കണ്ടറിഞ്ഞ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു പത്മജ വേണുഗോപാലിൻ്റെ BJPയിലേക്കുള്ള പ്രവേശനം. എന്നാൽ ഏവരും പ്രതീക്ഷിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന് BJP സീറ്റ് കൊടുത്തില്ല. അടുത്ത ഏതെങ്കിലും മത്സരങ്ങളിൽ നിയമസഭയിലേക്കോ ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലേക്കോ പത്മജ വേണുഗോപാലിനെ അവരോധിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJPയുടെ അടിയുറച്ച പ്രവർത്തകയായി കഴിയുന്നു. അങ്ങനെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയത് കൊണ്ടാണ് വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രചരണം വരെ തുടർന്നിരുന്ന കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വടകരയിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് തൃശ്ശൂരിൽ എത്തിയത്. കെ കരുണാകരൻ്റെ സ്വന്തം തട്ടകമായ തൃശ്ശൂരിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഏതു വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് UDFൻ്റെ സിറ്റിംഗ് MP ആയ TN പ്രതാപനെ അവിടെ നിന്നും മാറ്റി പകരം കെ മുരളീധരനെ വടകരയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ആ വരവ് മുരളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിനയായി. ഒരിക്കലും താൻ ഇതിന് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇന്നലെ ലോക്സഭയിൽ വളരെ ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുരളീധരൻ പറഞ്ഞത്. കോൺഗ്രസ്സുകാർ ചെയ്ത ഈ പ്രവൃത്തികൾക്ക് ഞാൻ കൂട്ടുനിൽക്കാൻ പാടുണ്ടായിരുന്നില്ല. കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ എനിക്കെതിരെ പാരകൾ വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുരളീധരൻ പ്രതികരിച്ചത്. എന്തായാലും മുരളീധരൻ്റെ ആ പ്രതികരണത്തിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. കാരണം മുരളീധരനെ തൃശ്ശൂരിൽ തോൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ തന്നെയാണ്. കോൺഗ്രസിലെ സിറ്റിംഗ് MP ആയ TN പ്രതാപൻ സ്വന്തം മണ്ഡലം നാട്ടികയാണ്. നാട്ടികയിൽ TN പ്രതാപൻ്റെ സ്വന്തം സമുദായങ്ങളുടെ വോട്ടുകൾ ധാരാളമുണ്ട്, വോട്ട് ബാങ്ക് തന്നെയാണ്. എന്നാൽ TN പ്രതാപൻ്റെ മണ്ഡലമായ നാട്ടികയിൽ കെ മുരളീധരൻ 3ാം സ്ഥാനത്തായിരുന്നു എത്തിയിരുന്നത്. അവിടെ സുരേഷ് ഗോപി തന്നെയായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. സുരേഷ് ഗോപിക്ക് തൊട്ടുപുറകിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായ മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ CPIയുടെ സുനിൽകുമാർ ആയിരുന്നു 2ാം സ്ഥാനത്ത് എത്തിയിരുന്നത്. മുരളീധരൻ ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് മത്സരഫലം പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് തൊട്ടടുത്ത് മത്സരിച്ച LDFിലെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനും പുറകിലായിരുന്നു മുരളീധരൻ്റെ സ്ഥാനം. വോട്ട് നിലയിൽ മുരളീധരൻ പുറകിലേക്ക് പോയി 3ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇതുവരെ ഇത്രയും മോശമായ ഒരു പരാജയമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തോൽവിയോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇതിൽ മുരളീധരനും വളരെ ഖിന്നനാണ്. താൻ വടകരയിൽ തന്നെ നിന്നെങ്കിൽ മതിയായിരുന്നു, തനിക്ക് അവിടെ അനായാസം ജയിച്ചു കയറാൻ സാധിക്കുമായിരുന്നു. നിലവിൽ വടകരയിലെ MP കൂടിയാണ് മുരളീധരൻ. എന്നാൽ പാർട്ടി പറഞ്ഞതനുസരിച്ച് പാർട്ടിക്ക് തൃശ്ശൂർ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി എന്നെ നിയോഗിച്ചു. എന്നിൽ അർപ്പിച്ച ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ വന്നു. പക്ഷേ എന്നെ കൂടെ നിന്ന ആളുകൾ ഇതുപോലെ ചതിക്കും എന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാണ് മുരളീധരനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തന്നെയാണ് പത്മജ വേണുഗോപാലും പറഞ്ഞത്. എൻ്റെ ഏട്ടൻ വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം നിഷ്കളങ്കനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. എൻ്റെ കൂടെ നടന്ന് എൻ്റെ കാലിൽ ചവിട്ടി എന്നെ പിന്നോട്ടേക്ക് ചവിട്ടി വീഴ്ത്തിയ ഈ കോൺഗ്രസ്സുകാർ തന്നെ
എൻ്റെ ഏട്ടനെയും വൈകാതെ കുളിപ്പിച്ച് കിടത്തും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. എന്തായാലും പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ അറം പറ്റിയിരിക്കുന്നു. മുരളീധരനെ കോൺഗ്രസ്സുകാർ തന്നെ ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു. ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായ ഒരു ഉദാഹരണമായി പോകും. പാതാളത്തിൽ നിന്നും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന നിലയിലായിരുന്നു മുരളീധരന്റെ നാണം കെട്ട തോൽവി. തൃശ്ശൂരിൽ സ്വന്തം തട്ടകമായ തൃശ്ശൂരിൽ മത്സരിച്ച മുരളീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് തൊട്ടടുത്ത് മത്സരിച്ച CPMലെ സുനിൽകുമാറിനും പുറകിലായിരുന്നു വോട്ട് നില എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു നാണം കെട്ട തോൽവി കെ മുരളീധരന് ഇതുവരെയും ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്, എൻ്റെ ഏട്ടനെ ഇവർ കുളിപ്പിച്ച് കെടുത്തും. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. മുരളീധരൻ വടകരയിൽ നിന്നെങ്കിൽ പാട്ടും പാടി ജയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ശൈലജ ടീച്ചറും പറഞ്ഞത്. അതായത് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഇത് വെറും ബാലിശമായ ഒരു കളിയായിരിക്കും എന്നാണ് ശൈലജ ടീച്ചർ അമിത ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത്. കെ മുരളീധരനായിരുന്നു വടകരയിൽ മത്സരിച്ചിരുന്നതെങ്കിൽ കുറെ കൂടി അത് അഭിമാനകരമായ ഒരു പോരാട്ടമാകുമായിരുന്നു, ആരോഗ്യകരമായ ഒരു മത്സരമാകുമായിരുന്നു എന്നാണ് ശൈലജ ടീച്ചർ ഒരു പ്രചരണ വേദിയിൽ പ്രസംഗിക്കപ്പോൾ പറഞ്ഞത്. എന്നാൽ ശൈലജ ടീച്ചറെ 1,00,000 വോട്ടിനധികം ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് എന്നുകൂടി ഓർക്കുക. അതെന്ത് തന്നെയായാലും മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലൊരു നെറികെട്ട പരാജയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം ലീഡർ എന്ന അഭിമാനത്തോടു കൂടി ആദരിച്ചിരുന്ന കെ കരുണാകരന്റെ സ്വന്തം തട്ടകമായ തൃശ്ശൂരിൽ കോൺഗ്രസിന് ഏറെ സാധ്യതകളുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയിൽ 2 സ്ഥാനാർത്ഥികളെക്കാൾ പുറകിൽ പോയിരിക്കുന്നു. 3-ാം സ്ഥാനത്ത് എത്തി എന്ന് പറയുമ്പോൾ അത് ഇന്നേ വരെയും താൻ നേരിടാത്ത ഒരു പരാജയം തന്നെയാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വളരെ വ്യസനത്തോടു കൂടി മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് താൻ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാലും പറഞ്ഞിരുന്നത്. എന്തായാലും തൻ്റെ ഏട്ടനോട് തനിക്ക് എപ്പോഴും സഹതാപമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങോട്ടുള്ള വാതിൽ അടഞ്ഞിട്ടില്ല, അതായത് BJPയിലേക്കുള്ള വാതിൽ അടഞ്ഞിട്ടില്ല എന്നാണ് അന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. ഒരു റെഡ് കാർപ്പറ്റ്, ചുവന്ന പരവതാനി അദ്ദേഹത്തിന് വേണ്ടി വിരിച്ചിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എപ്പോഴും BJPയിലേക്ക് സ്വാഗതം എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇനി കോൺഗ്രസിന്റെ ഗതി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. കൊട്ടിഘോഷിച്ച ഇന്ത്യ മുന്നണിക്കും ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. എങ്കിലും പഴയതിനെ അപേക്ഷിച്ച് നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJPക്ക് കിട്ടിയ വോട്ട് പോലും കേന്ദ്രത്തിൽ മത്സരിച്ച ഇന്ത്യ മുന്നണിയുടെ വിവിധ കക്ഷികൾക്ക് എല്ലാവർക്കും കൂടി കിട്ടിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന്റെ ഗതി കേന്ദ്രത്തിൽ എന്തായിരിക്കും, ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ചില നീക്കങ്ങൾ കേന്ദ്രത്തിലും അല്ലെങ്കിൽ കേരളത്തിലുമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം നീക്കങ്ങളുടെ പിന്തുടർച്ചയായി കെ മുരളീധരനും ഇനി BJPയിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ ഒന്ന് സംഭവിച്ചാൽ ഒട്ടും അതിശയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ഏട്ടന് വേണ്ടി ഇവിടെ ഒരു റെഡ് കാർപ്പറ്റ് തന്നെ വിരിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. മുരളീധരൻ BJPയിലേക്ക് പോകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിലേക്ക് പോകുമോ എന്നുള്ളതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ അദ്ദേഹം മറ്റൊരു കാര്യം അടിവരയിട്ട് പറഞ്ഞു, ഇനി കുറെ കാലത്തേക്ക് താൻ പൊതുജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നു, മടുത്തു, ഇനി കുറെ നാളത്തേക്ക് താൻ രാഷ്ട്രീയത്തിലില്ല, പൊതുജീവിതത്തിലില്ല, കുറച്ചു നാൾ മാറി നിൽക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. എന്തായാലും തൃശ്ശൂരിലെ നാണം കെട്ട തോൽവിക്ക് ശേഷം ഇനി എന്തായിരിക്കും കെ മുരളീധരന്റെ സ്റ്റാൻഡ് എന്ന് കണ്ടറിയുവാൻ വേണ്ടി കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അദ്ദേഹം ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ കക്ഷികളിലേക്ക് ചേക്കേറുമോ, BJPയിലേക്ക് പോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ഈ പാർട്ടി വിട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു. കാരണം എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. എന്നെ BJPയോ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ല എന്നെ തോൽപ്പിച്ചത് കൂടെ നടന്ന്, അത് പിന്നെ അവരുടെ ശീലമാണ്. കൂടെ നടന്ന് പറ്റിക്കുക എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ പരാതി കൊടുത്തിട്ടും പരാതി പറഞ്ഞ ആൾക്കാരെ തന്നെ ഓരോ സ്ഥലത്ത് അവർ മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റായിട്ടും. എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പം കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ.